ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് നമ്മളുടെ നല്ലൊരു കമ്പനി നമുക്ക് കുറച്ച് നല്ല ഒരു പുതിയ പ്രോഡക്ട്സും അപ്ഗ്രേഡഡ് ആയ കുറച്ച് പ്രോഡക്ട്സും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കുറച്ച് പ്രോഡക്ട്സും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനിക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സ് പല ടൈപ്പിലെ പ്രോഡക്ട്സ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ പ്രോഡക്ട്സും ഇങ്ങനത്തെ പ്രൈസും ഇങ്ങനത്തെ കോമ്പിനേഷൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു കമ്പനിക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സും അവൈലബിൾ അല്ല. അപ്പൊ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗ്ലൂട്ടാത്തിയോൺ ആണ്. നമുക്കറിയാം ഗ്ലൂട്ടാത്തിയോൺ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ സ്കിന്നിലെ അത് അഫക്റ്റ്, അതൊക്കെ ഇന്ന് നമ്മൾ ഈ സെഷനിൽ കേൾക്കാൻ പോണത്. അപ്പൊ ഗ്ലൂട്ടാത്തിയോൺ എന്തിനാ നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യമാണ്. സ്കിന്നിലെ ആവശ്യം മാത്രമല്ല, അത് നമ്മുടെ ബോഡിയിലേക്കും അതിൻ്റെ ആവശ്യമുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാത്തിയോൺ. നമ്മളുടെ ബോഡിയിൽ എപ്പോഴും നമ്മൾ ആസ് എ ന്യൂട്രീഷൻ ആയിട്ട് തന്നെ, ഒരു ന്യൂട്രിയൻ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നല്ലൊരു ഓർഗനാണ് പറയുന്നത് ലിവറാണ്. അപ്പം നമുക്കറിയാം ലിവർ കുറേ പണി നമ്മളുടെ ബോഡിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കും. അപ്പം ലിവറിന് എന്തെങ്കിലും ഇഷ്യൂസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് വേറെ ബോഡിയിലെ അസുഖമായിട്ട് വരുന്നത്. അത് ഡയബറ്റീസ് ആയാലും ഫാറ്റി ലിവർ ആയാലും വേറെ എന്ത് അസുഖം ഉണ്ടെങ്കിൽ അത് തുടങ്ങുന്നത് എവിടെയാണോ, ലിവർ. അത് റൂട്ട് കോസ് പറയുന്നത് ലിവറിനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സെയിം ലിവറിന് ഇഷ്യൂ വരുമ്പോൾ നമ്മളുടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് കുറഞ്ഞു കുറഞ്ഞു വരും. അതിന്റെ ഫസ്റ്റ് റീസൺ ആണ് ലിവറിന്റെ ഇഷ്യൂസ്. അപ്പൊ നമ്മളുടെ സ്കിന്നിലെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് പറയുന്നത് എന്താ, നമ്മളുടെ ബോഡിയിലെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്കിൻ നല്ല ഹെൽത്തി ഉണ്ടെങ്കിൽ, നല്ല ബ്രൈറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ നല്ല ഷൈനിങ് ഉണ്ടെങ്കിൽ, ഗ്ലോ ഉണ്ടെങ്കിൽ, ഇന്റേർണലി ഗ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കിന്നിൽ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആക്നെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് ആർ ബോഡി ഈസ് പ്രൊഡ്യൂസിങ് പ്രോപ്പർ ഗ്ലൂട്ടാത്തിയോൺ. അപ്പോൾ ഇപ്പോൾ നോർമലി എല്ലാവർക്കും സ്കിൻ ഇഷ്യൂസ്, ഫേസിലെ പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, മെലസ്മ, അങ്ങനെ കുറേ ഇഷ്യൂസ് എല്ലാവരുടെ ഫേസിൽ വരാറുണ്ട്. അതിന്റെ റീസൺ അത് തന്നെയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് നമുക്ക് അങ്ങനെ ഒക്കെ പ്രശ്നത്തിലേക്ക് പോണത്. അപ്പം നമ്മളുടെ സ്കിന്നിലെ ഇഷ്യൂസ് വരുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇഷ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സ്കിന്നെ ഒന്ന് ഹെൽത്തി ആക്കിയിട്ട് അതിന് പ്രോപ്പർ ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മളുടെ സ്കിന്നെ ഒരു ക്ലിയർ സ്കിൻ കിട്ടാനും, ഒരു ഹെൽത്തി സ്കിൻ കിട്ടാൻ, ഒരു യങ് സ്കിൻ കിട്ടാൻ, നിങ്ങൾക്ക് ഏജിങ് ആർക്കും ഇഷ്ടമല്ല. ഏജ് കൂടുമ്പോൾ നമ്മളുടെ സ്കിൻ്റെ ടോൺ